അല്ല, അത് തോമസ് മാഷ് CPIM പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വന്നതിനാണ് പുറത്താക്കിയത്. ശ്രീ KV തോമസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹം ഒരുപാട് പാർലമെൻ്ററി പദവികളിലിരുന്ന വ്യക്തിയാണ്, കോൺഗ്രസിൻ്റെ സംഘടനാ പദവികളിലിരുന്ന വ്യക്തിയാണ്. സെമിനാർ എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ നമ്മളെയൊക്കെ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ സെമിനാറുകൾ വിളിക്കാറുണ്ട്, അതിൽ നമ്മളൊക്കെ പങ്കെടുക്കാറുണ്ട്, നമ്മുടെ രാഷ്ട്രീയം അവിടെ പറയാറുണ്ട്. തിരിച്ച് CPIM സമ്മേളനങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാരെ വിളിക്കാറുണ്ട്, അവരുടെ രാഷ്ട്രീയം അവർ പറയാറുണ്ട്. CPIM ഏറ്റവും ഉയർന്ന സമ്മേളനം എന്ന് വിശേഷിപ്പിക്കാവുന്ന പാർട്ടി കോൺഗ്രസിൽ ശ്രീ KV തോമസിനെ വിളിച്ചതിനാണ് KV തോമസിനെ നടപടിയെടുത്ത് പുറത്താക്കിയത്. അതേ കോൺഗ്രസ് BJPയുടെ നിരവധി പരിപാടികൾ പങ്കെടുക്കുന്നു, പരസ്യമായി BJPയെ പിന്തുണക്കുന്നു, എന്നാൽ ശശി തരൂരിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇപ്പോൾ സവർക്കർ പുരസ്കാരം വാങ്ങുമെന്ന് പറഞ്ഞു, എനിക്കറിയില്ല, വാങ്ങുമെന്ന് പറയുന്നു. അപ്പം അതിനൊന്നും കോൺഗ്രസ്സിന് നിലപാടില്ല. അപ്പോൾ BJPയോട് എടുക്കുന്ന BJPയുടെ പരിപാടിക്ക് പോയാലും ഇനി BJP നൽകുന്ന പുരസ്കാരം വാങ്ങിയാലും കുഴപ്പമില്ല, CPM ഒരു സെമിനാറിൽ പങ്കെടുത്താൽ നടപടിയാണ്. അതാണ് ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ. പിന്നെ സവർക്കർ പുരസ്കാരം സവർക്കർ ഉയർത്തിപ്പിടിച്ച ആശയം പിന്തുണക്കുന്നതിന് നൽകുകയാണെങ്കിൽ കോൺഗ്രസ്സിലൊരു ഹൈ കോമ്പറ്റീഷൻ നടക്കും. അത്രയ്ക്ക് നേതാക്കന്മാർ ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് ആ പുരസ്കാരം വാങ്ങാൻ അർഹരാണ്. അതിലൊരു വലിയ കോമ്പറ്റീഷൻ നടത്താൻ മാത്രമുള്ള നേതാക്കന്മാരുണ്ട്, അതിൽ നിന്നുകൊണ്ട് സംഗതി പൊളിക്കുന്നവർ. താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിനെ ഇങ്ങനെ നിരന്തരം വിമർശിക്കുന്നു, അവിടുത്തെ കുടുംബാധിത്യം പറയുന്നു, പാർലമെൻറ്റിലെ കാര്യങ്ങളെ വിമർശിക്കുന്നു, അപ്പോഴൊന്നും ഒന്നും ചെയ്യുന്നില്ല കോൺഗ്രസിന് ഭയമാണോ തരൂരിനെ? അല്ല, അതിലേക്ക് ഞാൻ കിടക്കുന്നത് BJPയോടുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മൃദു സമീപനമാണ്. ശ്രീ ശശി തരൂർ നേരെ തിരിച്ച് CPIM അനുകൂലമായി അല്ലെങ്കിൽ CPIM പരിപാടികൾ പങ്കെടുത്ത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആഭിമുഖ്യമുള്ള പരിപാടികൾ പങ്കെടുത്ത് പോവുകയാണെങ്കിൽ ഇപ്പോൾ എന്നോ പുറത്തായിരുന്നു. ഇപ്പോൾ BJPയുടെ ആയതുകൊണ്ട് ഒരു തരത്തിലും ശശി തരൂർ നടപടി വരില്ല. അതാണ് അതിൻ്റെ ഒരു വശം. ഓക്കെ.